ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് ഡ്രാഗൺ ബോൾ AF എന്ന ഫാൻ മാംഗയുടെ പാർട്ട് 6 ആണ്. ഒരുപാട് നാൾ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാത്തത് കൊണ്ട് മുൻപ് നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് ഷോർട്ടായി പറഞ്ഞു തരാം. നമ്മുടെ പ്രീസയുടെ മകൻ എർത്തിൽ വരുന്നു, ഗോഹാൻ വെജീറ്റ ഇവരെയൊക്കെ കാണുന്നു. അങ്ങനെ ഇവരുമായിട്ട് ഫൈറ്റ് പോകുന്നു. അതിനിടയിൽ നമ്മുടെ ഗോഹാന്റെ മകളായിട്ടുള്ള പാനിനെ നമ്മുടെ ഫ്രീസയുടെ മകൻ കൊല്ലുന്നു. അങ്ങനെ തന്റെ മകളെ കൊന്ന് ആ ഒരു ദേഷ്യം അടക്കി വെക്കാൻ സാധിക്കാതെ നമ്മുടെ ഗോഹാൻ സൂപ്പർ സൈൻ 5-ൽ മാറുന്നു. ഫ്രീസയുടെ മകനെയും കൊന്നു കളയുന്നു. പിന്നീട് അത് കഴിഞ്ഞ് നമ്മുടെ പാനിനെ പിന്നെയും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ബ്ലാക്ക് സ്റ്റാർ ഡ്രാഗൺ ബോൾ വിഷ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ ഈ ഒരു ഡ്രാഗൺ ബോളിന്റെ അകത്താണ് നമ്മുടെ ഗോകു ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവരും മനസ്സിലാകുന്നു. ഇത് വിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഈവിൾ ഡ്രാഗൺസ് വരുമെന്നും അതിനെ എതിർത്ത് നിൽക്കാൻ വേണ്ടി നമ്മുടെ ഗോഹാനും വെജീറ്റ, ഗോട്ടൻ ട്രെയിൻസ് ഇവരൊക്കെ ട്രെയിനിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇതിനിടയിലാണ് രണ്ട് പുതിയ കഥാപാത്രങ്ങൾ വരുന്നത്, മാർബിളും ചിയോക്കോവും. ഇവർ ഡീമണ്ഡലത്തിൽ നിന്നാണ് വരുന്നത്. ഇവർ എർത്തിൽ വന്ന് ഊബും ഗോട്ടൻ ട്രെയിൻസും എല്ലാവരും ഇവരുടെ കൂടെ എതിർത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതിന്റെ കണ്ടിന്യൂ ആണ് ഈ ഒരു പാർട്ടിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് കഴിഞ്ഞ പാർട്ടിൽ എന്താണ് നടന്നത് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെങ്കിൽ ഡ്രാഗൺ ബോൾ AFന്റെ പ്ലേലിസ്റ്റ് നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. ആ വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഞാൻ കൂടുതലൊന്നും വൈകിപ്പിക്കുന്നില്ല, ഒട്ടും തന്നെ സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അങ്ങനെ എർത്തിലുള്ള ഫൈറ്റ് ആണ് കാണിക്കുന്നത്. നമ്മുടെ ഊബാണെങ്കിൽ ചിയോക്കിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഫൈറ്റിനിടയിൽ ഊബിന്റെ നേരെ ഒരു സ്പെല്ല് വിടുന്നു. അങ്ങനെ പെട്ടെന്ന് ഊബ് കണ്ണടച്ച് തുറക്കുമ്പോഴേക്ക് മറ്റൊരു സ്ഥലമാണ് കാണിക്കുന്നത്. അപ്പോഴാണ് ഊബ് പെട്ടെന്നൊരു ശബ്ദം കേൾക്കുന്നു. ഊബ് കുറെ നാളായല്ലോ നിന്നെ കണ്ടിട്ട്, ആരാണ് നീ എന്ന് പറഞ്ഞു ഊബ് തിരിഞ്ഞു നോക്കുമ്പോഴതാ നമ്മുടെ സൺ ഗോകു മുന്നിൽ എത്തിയിട്ടുണ്ടാകും. അങ്ങനെ ഊബ് നമ്മുടെ ഗോകുവിനോട് ചോദിക്കും, നീ എന്താണ് ഇവിടെ ചെയ്യുന്നത് ഗോകു? നീ ഡ്രാഗൺ ബോളിന്റെ അകത്ത് സീലായതല്ലേ, നിങ്ങൾ എങ്ങനെ പുറത്തു വന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ഗോകു പറയുന്നത്, ഡ്രാഗൺ ബോൾ നെഗറ്റീവ് എനർജി ഇല്ലാതായി, അങ്ങനെ ഞാൻ അതിൽ നിന്നും പുറത്തു വന്നു എന്ന് പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെറിയൊരു ഫൈറ്റ് ചെയ്താലോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ ഒരു ഫൈറ്റ് പോകുന്നു. അതായത് ഫൈറ്റ് അല്ല, ട്രെയിനിങ് ചെയ്യുകയാണ്. തുടക്കത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഊബാണെങ്കിൽ ഗോകുവിന് നേരെ അടിപൊളിയായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഇത് കാണുന്ന നമ്മുടെ ഗോകു തന്നെ പറയും, കുഴപ്പമില്ല, നീ എന്നെക്കാൾ വളർന്നു, എന്നാൽ നീ എന്റെ മുഴുവൻ പവറും കാണുമെന്ന് പറഞ്ഞ് നമ്മുടെ ഗോകു ആണെങ്കിൽ പതിയെ സ്ക്രീം ചെയ്ത് സൂപ്പർ സൈൻ 4-ലേക്ക് മാറുന്നു. ആ സ്പോട്ടിൽ തന്നെ നമ്മുടെ ഗോകു കാമേഹാമേഹ യൂസ് ചെയ്യുമ്പോൾ ഊബാണെങ്കിൽ തന്റെ സ്പെഷ്യൽ അറ്റാക്കും യൂസ് ചെയ്യുന്നു. അങ്ങനെ രണ്ടുപേരുടെയും സ്പെഷ്യൽ അറ്റാക്കിൽ വലിയൊരു ബ്ലാസ്റ്റ് ഉണ്ടാകുകയും നമ്മുടെ ഊബ് താഴെ വീഴുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഗോകു ആണെങ്കിൽ ഊബിനെ കൈ കൊടുത്ത് പിന്നെയും എഴുന്നേൽപ്പിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ഊബ് പറയും, ഞാൻ ശരിക്കും വീക്കാണ്, നിങ്ങളുടെ അത്ര പോലും ഞാൻ ശക്തനല്ല. അപ്പോൾ ഗോകു പറയും, അങ്ങനെയൊന്നുമില്ല, നീ ഒരുപാട് ഇംപ്രൂവ് ആയി എന്നും പറഞ്ഞ് നമുക്ക് ഒന്നും കൂടി ഫൈറ്റ് ചെയ്താലോ എന്ന് പറഞ്ഞ് രണ്ടുപേരും പിന്നെയും ഫൈറ്റ് തുടങ്ങുന്നു. അപ്പോൾ ഇവിടെ ശരിക്കും എന്താണ് സംഭവിച്ചത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചിയോക്കു ഊബിനെ ഒരു ഗെൻജുറ്റ്സുൽ അല്ലെങ്കിൽ ഒരു ഇല്യൂഷനിൽ ഇട്ടിട്ടാണ് ഉള്ളത്. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഞാൻ ഊബിനെ ഈസിയായി ഡിഫീറ്റ് ചെയ്യുമെന്ന് നമ്മുടെ ചിയോക്കു പറയുന്നു. ഈ സമയം ചിയോക്കു ആണെങ്കിൽ ഊബിനെ അടിച്ചിടുന്നുണ്ടെങ്കിലും ഊബ് പിന്നെയും ആ ഒരു ഇല്യൂഷനിൽ തന്നെയാണ് ഉള്ളത്. അതായത് ഇവിടെ ചിയോക്കു ഊബിനെ അടിച്ചിടുന്ന സമയത്ത് നമ്മുടെ ഗോകു ഊബിനെ അടിക്കുന്ന രീതിയിലാണ് ഊബ് ആ ഒരു ഇല്യൂഷനിൽ കാണുന്നത്. അങ്ങനെ ചിയോക്കു ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ നിന്നെ തീർത്തു തരാമെന്ന് പറയുമ്പോൾ ഊബ് പെട്ടെന്ന് തന്നെ തന്റെ എനർജി റേസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇത് കാരണം ചിയോക്കുവും ഷോക്ക് ആകുന്നു. ചിയോക്കു ആണെങ്കിൽ ഇവന്റെ ഉള്ളിൽ ഇത്രയും എനർജി ഉണ്ട് എന്ന രീതിയിൽ ഷോക്ക് ആയിട്ടാണ് ഇവിടെ നോക്കുന്നത്. അപ്പോഴാണ് ചിയോക്കിന് ഒരു കാര്യം മനസ്സിലാകുന്നത്, ഇവൻ ഇല്യൂഷനിൽ ആയതുകൊണ്ടാണ് ഇത്രയധികം പവർഫുൾ ആകുന്നത്. അതുകൊണ്ട് ചിയോക്കു ആണെങ്കിൽ ഊബിനെ ആ ഒരു ഇല്യൂഷനിൽ നിന്നും റിലീസ് ചെയ്യുന്നു. അങ്ങനെ ഇല്യൂഷനിൽ നിന്നും പുറത്തു വന്ന ഊബാണെങ്കിൽ ചുറ്റുമൊന്ന് നോക്കാൻ വേണ്ടി തുടങ്ങുന്നു. ഞാനിത് എവിടെയാണ് ഉള്ളത്, എന്താണ് സംഭവിച്ചത്, ഗോകു എവിടെ പോയി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാരൻ നോക്കുന്നത്. ഇത് കണ്ട് ചിയോക്കു പറയും, ഇതുപോലുള്ള ഒരുത്തരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഊബിന് മനസ്സിലാകും, ഞാൻ ഇത്രയും സമയം ഇല്യൂഷനിലായിരുന്നു എന്ന്. അങ്ങനെ ഊബ് പറയും, നിനക്ക് എന്നെ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ നമ്മുടെ ചിയോക്കുവിന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പറന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. എന്നാൽ ഊബാണെങ്കിൽ വെറുതെ വിടില്ല, അവന്റെ പുറകെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടാകും. ഈ സമയം ഊബ് ചിയോക്കുവിനെ ഫോളോ ചെയ്യുന്ന കാര്യം ചിയോക്കു മനസ്സിലാക്കുകയും ചിയോക്കു ഊബിനോട് തന്നെ പറയും, വെറുതെ നീ എന്നെ ഫോളോ ചെയ്യേണ്ട, ഞാൻ മാർബിളുമായിട്ട് ഫ്യൂഷൻ ചെയ്യാൻ പോവുകയാണ്, നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ നിന്റെ ജീവന് തന്നെയാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് ഊബിനെ പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. എന്നാൽ ഊബ് ഇതൊന്നും കാര്യമാക്കില്ല. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ മാർബിളിനെയാണ് കാണിക്കുന്നത്. ഇവിടെ മാർബിൾ ആണെങ്കിൽ ഗോട്ടനും ട്രങ്ക്സിന്റെയും കൂടി ഫൈറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഫൈറ്റിന്റെ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ നമ്മുടെ ഗോട്ടനും ട്രങ്ക്സും ആണെങ്കിൽ ഫ്യൂഷൻ ഡാൻസ് വെച്ച് ഫ്യൂഷൻ ചെയ്ത് ഗോട്ടങ്സ് ആയി മാറുകയും അതിൽ തന്നെ സൂപ്പർ സൈൻ 3-ലും മാറുന്നു. അങ്ങനെ ഗോട്ടങ്സ് പറയും, ഞാൻ ഇത്രയും സമയം നിന്റെ കൂടെ ഫൈറ്റ് ചെയ്തത് നിന്റെ പവേഴ്സും മറ്റു ടെക്നിക്സും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി ആയിരുന്നു, ഇനിയിപ്പോൾ യഥാർത്ഥ ഫൈറ്റിലേക്ക് പോകാമെന്നും പറയുന്നു. അങ്ങനെ ഇത് കേട്ട മാർബിൾ ആണെങ്കിൽ, കൊള്ളാമല്ലോ, ഫ്യൂഷനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലേ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് എന്നും പറയുന്നു. ഈ സമയമാണെങ്കിൽ നമ്മുടെ ഗോട്ടങ്സ് പറന്നു വന്ന് സഡനായി മാർബിളിനെ അറ്റാക്ക് ചെയ്യുന്നു. കൂടാതെ കണ്ടിന്യൂസ് ആയി സൂപ്പർ ഡോണേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ക്രേസി ആയ അറ്റാക്ക് വെച്ച് മാർബിളിനെ ലോഗ് ചെയ്യുന്നു. അത് ജസ്റ്റ് ബോൾ പോലെ എടുത്ത് തട്ടി നിലത്ത് വീണ് വലിയൊരു ബ്ലാസ്റ്റ് ക്രിയേറ്റ് ആകും. ഇതിന്റെ ഇമ്പാക്റ്റിൽ വലിയൊരു കുഴി തന്നെ അവിടെ ഉണ്ടാകും.
ഉണ്ടാകും. എന്നാൽ മാർബിൾ ആണെങ്കിൽ ഒന്നും സംഭവിക്കാത്ത രീതിയിൽ എഴുന്നേറ്റ് വരുന്നു. അങ്ങനെ നമ്മുടെ ഗോട്ടെങ്സ് ഇവൻ മരിച്ചില്ലേ എന്ന് പറഞ്ഞ് കാമയാമയ യൂസ് ചെയ്യാൻ വേണ്ടി പോസ് കൊടുക്കുന്നു. അപ്പോൾ തന്നെ മാർബിൾ ഇത് കണ്ട് നീ ഇത്രത്തോളം പവർഫുൾ ആണെന്ന് ഞാൻ കരുതിയില്ല, എന്നാൽ എന്റെ കയ്യിൽ ഒന്നുകൂടി ബാക്കിയുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ചിയോക്കു മാർബിളിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടാകും. അപ്പോൾ തന്നെ ചിയോക്കു പറയും വാ നമുക്ക് ഫ്യൂഷൻ ആകാം. അങ്ങനെ രണ്ടുപേരും ബോഡിയിൽ ടച്ച് ചെയ്ത് ഇവർ രണ്ടുപേരും ചേർന്ന് പുതിയൊരു ഫ്യൂഷൻ ക്യാരക്ടർ ഉണ്ടാകുന്നു. ഇത് കാണുന്ന ഊബും ഗോട്ടെങ്സും ഷോക്ക് ആകുന്നു. കാരണം ഇവരുടെ ഫ്യൂഷൻ പവർഫുൾ ആയിട്ടാണ് ഉള്ളത്. ഇവരുടെ കീ എനർജിയും ഭീകരമായിട്ടാണ് ഇവർ സെൻസ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ആ ഒരു ഫ്യൂഷൻ ക്യാരക്ടർ പറയും ഇനി എന്റെ മുഴുവൻ സ്ട്രെങ്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഗോട്ടെങ്സിനെ അടിച്ച് നോക്ക് ഡൗൺ ചെയ്യുന്നു. നമ്മുടെ ഊബിനാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒന്നും മനസ്സിലാകുന്നില്ല. ഇതേ സമയം സുപ്രീം കൈയുടെ പ്ലാനറ്റിൽ നിന്നും നമ്മുടെ ഗോഹാൻ പറയും വെജീറ്റ നമുക്ക് പോകാം, ഇനി ഇങ്ങനെ ഇരുന്നാൽ ശരിയാകില്ല. ഈ സമയം വെജീറ്റ ആണെങ്കിൽ ഇവരൊന്ന് ട്രെയിനിങ് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന രീതിയിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. എന്നാൽ പിന്നെ ശരി നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കിബിഡോ ഷിൻകായി ആണെങ്കിൽ വേണ്ട ഇപ്പോൾ പോകേണ്ട, ആ ഗോട്ടെങ്സിനെ നോക്ക്, അവരിപ്പോഴും നോക്ക് ഡൗൺ ആയിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ അതിനുശേഷം ഫൈറ്റിലുള്ള നമ്മുടെ ഗോട്ടെങ്സിനെ കാണിക്കുന്നു. ആ ഒരു ഫ്യൂഷൻ ക്യാരക്ടറിന്റെ കയ്യിൽ നിന്നും അടിവാങ്ങിയപ്പോൾ തന്നെ ഗോട്ടെങ്സ് ബേസ് ഫോമിലേക്ക് മാറേണ്ടതാണ്. എന്നാൽ ഇപ്പോൾ ഗോട്ടെങ്സിനെ നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർ സൈൻ 3യിൽ തന്നെയാണ് ഉള്ളത്. അങ്ങനെ ആ ഒരു ഫ്യൂഷൻ ക്യാരക്ടർ പറയും നിന്റെ പ്ലാനറ്റിൽ നിന്നും എന്നെ തീർക്കാൻ നോക്കിയാൽ അതൊരിക്കലും നടക്കുകയില്ല. കൂടാതെ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ബോർ അടിക്കാൻ തുടങ്ങും. അതുകൊണ്ട് വേഗം തന്നെ ഇതിലൊരു തീരുമാനമാക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ ഊബും ഒന്ന് പേടിച്ചു പോകുന്നു. കാരണം ഊബിനാണെങ്കിൽ ഇവിടെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. എന്നാൽ നമ്മുടെ ഗോട്ടെങ്സ് ആണെങ്കിൽ ഇതൊന്നും കാര്യമാക്കാതെ കഴുത്തൊക്കെ തിരിച്ച് കൂളായിട്ടിരിക്കും. ഇത് കാണുന്ന മാർബിളും ഒന്ന് ഷോക്ക് ആകുന്നുണ്ട്. ഗോട്ടെങ്സ് പറയും ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇനി ഫൈറ്റ് കുറച്ച് സീരിയസ് ആകാം. ഇത് ഞാൻ ഈവിൾ ഡ്രാഗൺസിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുമ്പോൾ എടുക്കാമെന്ന് വെച്ചിരുന്നതാ, പക്ഷെ ഇപ്പോൾ ഇത് യൂസ് ചെയ്യാതെ വേറെ വഴിയില്ല. ഗോട്ടെങ്സ് എന്താണ് പറയുന്നത് തുടങ്ങിയ കാര്യം നമ്മുടെ ഊബിന് മനസ്സിലാകുന്നു. അങ്ങനെ ഊബ് പറയും ഫൈനലി നീ അത് യൂസ് ചെയ്യാൻ പോവുകയാണോ? ഗോട്ടെങ്സ് ആണെങ്കിൽ ആ ഒരു ബ്ലൂഡ് വേവ് എടുത്ത് നമ്മുടെ ഊബിനെ എറിഞ്ഞു കൊടുക്കുന്നു. ഊബ് അത് ക്യാച്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഫ്യൂഷൻ ചെയ്ത ആ ഒരു മാർബിൾ ക്യാരക്ടറിന് ഇതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇത് കാണുന്ന ഗോഹാൻ ആൻഡ് വെജീറ്റ ഇത് ബ്ലൂഡ് വേവ്സ് അല്ലേ, ഇത് വെച്ച് അവർ എന്ത് ചെയ്യാനാ? ഇവർ സൂപ്പർ സൈൻ 4ലേക്ക് മാറാൻ പോവുകയാണോ? ആ ഒരു പ്രോസസ്സ് മുഴുവനായും കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ എല്ലാം തന്നെ തീരുമെന്ന് നമ്മുടെ വെജീറ്റ പറയുന്നു. ഇതേ സമയം ഊബാണെങ്കിൽ ആ ഒരു ബ്ലൂഡ് വേവ് സ്ട്രൈക്ക് ചെയ്ത് നമ്മുടെ ഗോട്ടെങ്സ് ആണെങ്കിൽ ഗ്രേറ്റ് ഏപ്പ് ഫോമിലേക്ക് മാറുന്നു. ഇത് കാണുന്ന മാർബിളും ഷോക്ക് ആകുന്നു. കാരണം ഇവർ എന്താണ് ചെയ്യുന്നതെന്ന് നമ്മുടെ മാർബിളിന് ഒരു ഐഡിയയും ഇല്ല. അപ്പോൾ തന്നെ ആ ഒരു ഗ്രേറ്റ് ഏപ്പ് ആണെങ്കിൽ മുഴുവനായും സ്ക്രീം ചെയ്ത് ആ ഒരു ഗോട്ടെങ്സിന്റെ കീ എനർജി മുഴുവനായും ഇൻക്രീസ് ആയി ഫൈനലി നമ്മുടെ ഗോട്ടെങ്സ് സൂപ്പർ സൈൻ 4ലേക്ക് മാറുന്നു. ഇത് കാണുന്ന ഊബ്, കിബിട്ടോ ഷിൻകായി, ഗോഹാൻ ആൻഡ് വെജീറ്റ എല്ലാവരും തന്നെ ഷോക്ക് ആകുന്നു. അങ്ങനെ ഗോട്ടെങ്സ് പറയും ഇതാണ് എന്റെ ഫൈനൽ ട്രംപ് കാർഡ്. അങ്ങനെ ഇതൊക്കെ കണ്ട് നമ്മുടെ മാർബിൾ പറയും ഇത് കാണാൻ മാത്രം വലിയ സംഭവമൊന്നുമല്ല, പറയാൻ മാത്രമായിട്ട് നിന്റെ കീ എനർജി ഒന്നും വലുതായി ഇൻക്രീസ് ആയിട്ടൊന്നുമില്ല, നിന്റെ ഔട്ട്ഫിറ്റ് മുഴുവനായും ഒന്ന് ചേഞ്ച് ആയി തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാർബിൾ പറയുമ്പോൾ അപ്പോൾ തന്നെ നമ്മുടെ ഗോട്ടെങ്സ് പറയും ഞാൻ ജസ്റ്റ് ഈ ഒരു ഫോമിലേക്ക് മാറിയെന്നേ ഉള്ളൂ, എന്റെ പവർ ഞാൻ മുഴുവനായും അൺലിസ്റ്റ് ചെയ്തില്ല എന്നും പറയുന്നു. എനിക്കിത് കുറച്ച് സമയം മാത്രമേ യൂസ് ചെയ്യാൻ കഴിയുകയുള്ളൂ, പറഞ്ഞു നിൽക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഗോട്ടെങ്സ് ഫൈറ്റിന് വേണ്ടി റെഡി ആയിരിക്കും. എന്നാൽ ഇതൊക്കെ കാണുന്ന നമ്മുടെ ഗോഹാൻ ആണെങ്കിൽ ഇവർക്ക് ഇത് എങ്ങനെ സാധിച്ചു? കാരണം ഈ ഒരു ഫോമിലേക്ക് മാറിയത് കൂടാതെ ഇവരത് മാസ്റ്റേഡ് ചെയ്തു. ഇതൊക്കെ കണ്ട് നമ്മുടെ ഗോഹാനും വെജീറ്റയും കിളി പോയി നിൽക്കുമ്പോഴാണ് 2-3 ദിവസം മുൻപ് എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. അതായത് ഇവിടെ ഗോട്ടനും ട്രങ്ക്സിനെയും നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഹൈപ്പർബോളിക് ടൈം ചേമ്പറിൽ ഭയങ്കരമായി ട്രെയിനിങ് ചെയ്യുകയാണ്. ഇവരെ നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർ സൈൻ 2ലാണ് ഇവർ ട്രെയിനിങ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ സൂപ്പർ സൈൻ 2 കംപ്ലീറ്റ് ആയി മാസ്റ്റേഡ് ചെയ്തു. ഇനി കുറച്ചുനാൾ കൂടി കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ സൈൻ 4ലേക്ക് മാറാം എന്നൊക്കെ നമ്മുടെ ട്രങ്ക്സ് ഇവിടെ പറയുന്നു. അത് കൂടാതെ എന്റെ കയ്യിൽ ഒരു സീക്രട്ട് പ്ലാൻ ഉണ്ട്, അത് എക്സിക്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ട്രങ്ക്സ് ആണെങ്കിൽ തന്റെ പോക്കറ്റിൽ നിന്നും ആ ഒരു ബ്ലൂഡ് ഫേസ് പുറത്തെടുക്കുന്നു. അങ്ങനെ ഇത് കാണുന്ന ഗോട്ടൻ പറയും ഇത് നമ്മുടെ വെജീറ്റയുടെ അല്ലേ? അതെ, ഇത് വെച്ച് നമുക്ക് സൂപ്പർ സൈൻ 4ലേക്ക് മാറാം. ഈ സമയം നമ്മുടെ ട്രങ്ക്സ് ആണെങ്കിൽ ഊബിനെ വിളിച്ച് ആ ഒരു ബ്ലൂഡ് ഫേസ് നമ്മുടെ ഊബിന്റെ കയ്യിൽ കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ ട്രങ്ക്സ് പറയും ഇത് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഗ്രേറ്റ് ഏപ്പ് ഫോമിലേക്ക് മാറും. അപ്പോൾ ആ ഒരു ഗ്രേറ്റ് ഏപ്പ് എന്റെ കൺട്രോളിലായിരിക്കില്ല, അപ്പോൾ നീ അതിനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നമ്മുടെ ഊബിനോട് പറയുന്നു. അപ്പോൾ ഊബ് പറയും എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, ബാക്കിയുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ ഗോട്ടനും ട്രങ്ക്സും ഫ്യൂഷൻ ചെയ്ത് ഗോട്ടെങ്സ് ആകുന്നു. ഇതേ സമയം ഊബ് ആണെങ്കിൽ ഗോട്ടെങ്സിന്റെ മുകളിൽ ആ ഒരു ബ്ലൂഡ് വേസ് സ്ട്രൈക്ക് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ഗോട്ടെങ്സ് ആണെങ്കിൽ ആ ഒരു ഗ്രേറ്റ് ഏപ്പ് ഫോമിലേക്ക് മാറുകയും ഇത് കാണുന്ന ഊബും ഷോക്ക് ആകുന്നു. കാരണം ഇവരുടെ എനർജി എന്ന് പറയുന്നത് ഭീകരമായിട്ടാണ് ഉള്ളത്. എന്നിരുന്നാലും ഊബ് തന്നെ പറയും ഏതൊരു സിറ്റുവേഷൻ വന്നാലും എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാനത് ഹാൻഡിൽ ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മുടെ ഗ്രേറ്റ് ഏപ്പിന്റെ കൂടെ ഊബ് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. ഇതേ സമയം ഗോട്ടൻ ആൻഡ് ട്രങ്ക്സ് ആണെങ്കിൽ ആ ഒരു ഗ്രേറ്റ് ഏപ്പ് ഫോമിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അങ്ങനെ ഇവരുടെ ഫൈറ്റിനൊക്കെ ഒടുവിൽ ഇവരുടെ ആ ഒരു ട്രെയിനിങ് കഴിഞ്ഞ് 3 പേരും ഇരിക്കുന്ന രീതിയിലാണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെ ഇവർക്ക് തന്നെ മനസ്സിലാകും ഈ ഒരു സൂപ്പർ സൈൻ 4 എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ട് അങ്ങനെ മാറാൻ കഴിയുന്നതല്ല, മൈൻഡും ബോഡിയും ഒക്കെ കൺട്രോൾ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഗോഹാൻ എങ്ങനെയാണ് സൂപ്പർ സൈൻ 4ൽ മാറിയത് എന്നിവർ ചിന്തിക്കുന്നത്. അതായത് നമ്മുടെ ഗോഹാൻ സൂപ്പർ സൈൻ 4ൽ മാറുന്ന സമയത്ത് നമ്മുടെ പാനിന്റെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്തു നോക്കാമെന്ന് പറഞ്ഞ് പിന്നെയും നമ്മുടെ ഗോട്ടെങ്സ് ഫ്യൂഷനായി ആ ഒരു ഗ്രേറ്റ് ഏപ്പ് ഫോമിൽ മാറി നമ്മുടെ ഊബാണെങ്കിൽ പാനിനെ പോലെ
പോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ ഫൈനലി ഗോട്ടെങ്സ് സൂപ്പർ സൈൻ 4ലേക്ക് മാറുന്നു. അതായത് ഇവിടെ ഗോട്ടെങ്സ് എങ്ങനെയാണ് സൂപ്പർ സൈൻ 4ൽ മാറിയതെന്ന് കറക്റ്റായി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രസന്റ് ടൈമിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗോട്ടെങ്സ് ആണെങ്കിൽ നീ റെഡിയല്ലേ എന്ന് പറഞ്ഞ് സ്പീഡിൽ വന്ന് ആ ഒരു ഫ്യൂഷൻ ക്യാരനെ അടിക്കാൻ വേണ്ടി തുടങ്ങുന്നു. ഇവിടെ ആ ഒരു ഫ്യൂഷൻ ക്യാരക്ടർ, അതായത് ആ ഒരു മാർബിളിലാണെങ്കിൽ തിരിച്ചൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം നമുക്കറിയാം സൂപ്പർ സൈൻ 4 അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഓവർ പവർഡ് ആയിട്ടുള്ള ഫോം ആണെന്ന്. അങ്ങനെ ഫൈറ്റിന്റെ ഒരു ഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ട്രങ്ക്സിന്റെ ബേണിംഗ് അറ്റാക്കും ഗോട്ടെൻസിന്റെ കാമേഹാമയും ചേർന്ന് ഒരു മിക്സ് ചെയ്തിട്ടുള്ള അറ്റാക്ക് മാർബിളിന്റെ നേരെ വിടുന്നു. അത് മാർബിളിന് താങ്ങാൻ സാധിക്കാതെ മാർബിളിന്റെ നേരെ കൊണ്ട് അവിടെ വലിയൊരു ബ്ലാസ്റ്റ് ഉണ്ടാകുന്നു. ആ ഒരു അറ്റാക്ക് കൊണ്ടപ്പോൾ തന്നെ മാർബിൾ തീർന്നു എന്ന രീതിയിൽ എല്ലാവരും അവിടെ ഹാപ്പി ആകുന്നു. അപ്പോഴതാ പെട്ടെന്ന് ആ ഒരു പുകക്കുള്ളിൽ നിന്നും വീക്ക് ആയിട്ടുള്ള മാർബിൾ എഴുന്നേറ്റ് വരുന്നു. എല്ലാവരും ഇവിടെ മാർബിൾ ഡിഫീറ്റ് ആയെന്നാണ് കരുതിയത്. എന്നാൽ മാർബിൾ കുറച്ച് വീക്ക് ആയിട്ട് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഊബാണെങ്കിൽ കാമേഹാമേഹ കൊണ്ടിട്ട് പോലും ഇവൻ മരിച്ചില്ല എന്ന രീതിയിലാണ് നോക്കുന്നത്. ഏതായാലും ഇത്ര വരെ എത്തി, ഇനി വേഗം തന്നെ ഇവനെ തീർക്കാമെന്ന രീതിയിൽ ഗോട്ടെങ്സ് അടിക്കാൻ വേണ്ടി പോകുന്ന ആ ഒരു ടൈമിൽ തന്നെ ഇവർ പിന്നെയും പഴയതുപോലെ ഡിഫ്യൂസ് ആയി ഗോട്ടനും ട്രങ്ക്സുമായി മാറുന്നു. ഇനി ഇവർക്ക് പിന്നെയും പഴയതുപോലെ ഫ്യൂഷൻ ചെയ്യണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. അങ്ങനെ മാർബിൾ പറയും, ഇത്രയൊക്കെ ചെയ്ത് ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. അപ്പോഴാണ് നമ്മുടെ ഗോട്ടെങ്സിന്റെ മുൻപിൽ നമ്മുടെ ഊബ് വരുന്നത്. അങ്ങനെ ഇവർക്കിടയിൽ ഊബ് വന്ന ഉടൻ തന്നെ പറയും, ഗൈസ് ഇനി ഇവന്റെ ഓപ്പണന്റ് ഞാനാണ്, ഇനി എന്റെ പൊട്ടൻഷ്യൽ പുറത്തെടുക്കേണ്ട സമയമാണെന്ന് പറഞ്ഞ് നമ്മുടെ ഊബ് ആണെങ്കിൽ കാമേഹാമേഹ അറ്റാക്ക് യൂസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. ഇത് ഓൾറെഡി നമ്മുടെ മാർബിൾ മനസ്സിലാക്കി അവന്റെ ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ ആ ഒരു ഫ്യൂഷൻ ക്യാരക്ടർ ആയിട്ടുള്ള മാർബിൾ വീക്ക് ആയതുകൊണ്ട് ആ ഒരു ഊബിന്റെ കാമേഹാമേഹ ആണെങ്കിൽ ആ ഒരു ഫ്യൂഷൻ ക്യാരക്ടറിന്റെ ആ ഒരു ബാരിയറുമായി ക്ലാഷ് ആയി നമ്മുടെ ഊബ് മുഴുവൻ പവറും പുറത്തെടുത്ത് ഫൈനലി നമ്മുടെ മാർബിളിനെ അങ്ങ് തീർത്ത് കളയുന്നു. ഇവിടെ ഊബിന്റെ കാമേഹാമേഹ ആണെങ്കിൽ ഒരു പിങ്ക് കളറിലാണ് ഉള്ളത്. ഫൈനലി മാർബിൾ ചിയോഗു രണ്ട് ക്യാരക്ടറിനെയും ഇവിടെ വാനിഷ് ആക്കി കളയുന്നു. ഇതൊക്കെ കാണുന്ന ഗോഹാൻ പറയും, അവരെ കൊണ്ട് ഫൈനലി അത് സാധിച്ചു എന്നൊക്കെ പറഞ്ഞ് സന്തോഷപ്പെടുമ്പോൾ നമ്മുടെ വെജീറ്റ ആണെങ്കിൽ സമാധാനം, ഇനി നമുക്ക് ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറയുന്നതോട് കൂടി ഇന്നത്തെ പാർട്ടും ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരുത്. അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.